അവർക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തുവരപ്പരിപ്പും റാഗിയും അതായത് പഞ്ഞപ്പുല്ലും കൂടെ ഒരു 8 മണിക്കൂർ കുതിർത്തെടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ചുമന്ന മുളകും 2 സവാളയും ചേർത്ത് അരയ്ക്കാൻ പോവുകയാണ്. ചുമന്ന മുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. ഇവിടെ എരിവ് കുറച്ച് കൂടുതൽ വേണ്ടതുകൊണ്ട് ഇത്രയും എടുത്തു എന്നേ ഉള്ളൂ. എരിവ് വേണ്ടെങ്കിൽ മുളക് സ്കിപ്പ് ചെയ്യാം. പച്ചമുളകും യൂസ് ചെയ്യാം. ഞാൻ നന്നായിട്ട് നല്ല മിനുസമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കായവും ചേർക്കുകയാണ്. ഇത് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റ് ബീൻസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അതും ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടി പോകാതെ സൂക്ഷിക്കണം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയും ഈ ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടൊരു ചമ്മന്തി അരയ്ക്കാനാണ്. അതിലേക്ക് ഞാൻ ഒരു തേങ്ങ മുറിച്ചെടുത്തിരിക്കുകയാണ്. ചിരകി എടുക്കാം. ഞാനിവിടെ മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ആവശ്യത്തിന് പച്ചമുളക് ഇടുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടുക. പിന്നെ ഉപ്പും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇവിടെ ഞാൻ ചമ്മന്തിക്കുള്ളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കടുകും ഉഴുന്നും കൂടെ വറുത്തിടാം. കറിവേപ്പിലയും ഒക്കെ ചേർക്കാം. ഞാനിവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കടുകും ഉഴുന്നും മാത്രമേ വറുത്തിടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ദോശക്കല്ല് കുറച്ച് മൂത്ത് പോയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ നല്ലെണ്ണ തടവുകയാണ്. കനം കുറച്ചും ഉണ്ടാക്കാം. ഞാനിവിടെ ഈ ഒരു കനത്തിലാണ് എടുക്കുന്നത്. കുറച്ച് വേവുള്ളതാണ്. ഈ റാഗി ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു മീഡിയം സിമ്മിലിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. കുറച്ച് ടൈം എടുത്ത് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ റാഗി അടദോശയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല സ്വാദിഷ്ടമായ ചമ്മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.